ഹലോ ഗായ്സ്, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഒരു പുതിയൊരു പാർട്ടി വന്നിട്ടുണ്ട്, നമ്മുടെ ക്രോക്രോച്ച് ജനതാ പാർട്ടി. അതാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയത്തിലും, അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് CJP. എന്താണ് ഈ CJP പാർട്ടി? കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണിത്. അതായത് രാഷ്ട്രീയമായി നമ്മുടെ ഭാവിയിൽ ഇലക്ഷനിലും മത്സരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പാർട്ടിയാണോ, അല്ലെങ്കിൽ ഈ പറയും പോലെ പരമ്പരാഗതമായുള്ള പാർട്ടിയാണോ? അങ്ങനെയൊന്നുമല്ല ഇത്. ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ നമ്മുടെ രാജ്യത്തിലെ രൂപീകൃതമായത് നമ്മുടെ രാജ്യത്തിലെ വിദ്യാഭ്യാസം, നമ്മുടെ തൊഴിലില്ലായ്മയ്ക്കെതിരെയും വിദ്യാഭ്യാസത്തിലെ ന്യൂനതകൾക്കെതിരെയൊക്കെ പ്രതിഷേധിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിലാണ് ഇത്. യുവജനങ്ങൾ പ്രസ്ഥാന പാർട്ടി എന്നുള്ള രീതിയിൽ ഒരു ഹാസ്യ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണ് ഈ CJP രൂപീകൃതമായത്. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ CJP രൂപീകൃതമായത്? അതെ, നമുക്ക് ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഇങ്ങനെ തൊഴിലില്ലായ്മയ്ക്കും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ തകർച്ചയ്ക്കെതിരെ അങ്ങനെ പറയുന്ന ആക്ടിവിസ്റ്റുകളുണ്ടല്ലോ, അങ്ങനെ ആക്ടിവിസ്റ്റുകളെക്കുറിച്ച് നമ്മുടെ സുപ്രീം കോടതിയിൽ ഒരു പരാമർശമുണ്ടായി, പാറ്റകൾ എന്നുള്ള രീതിയിൽ. ആ പാറ്റ എന്നുള്ള വാക്കിനെ എടുത്തിട്ടാണ് സോഷ്യൽ മീഡിയയിൽ അവർ തന്നെ രൂപീകരിച്ച്, അതെ ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ചടഞ്ഞ് കിടന്ന് പ്രതിഷേധിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് എന്ന് പറഞ്ഞ് നമ്മുടെ അഭിജിത്ത് ദീപക്കയും കൂട്ടരും കൂടി രൂപീകരിച്ച ഒരു പാർട്ടിയാണ് CJP. തുടക്കത്തിൽ ഈ പാർട്ടിക്കെതിരെ ഒരുപാട് രാഷ്ട്രീയമായ വരുന്നുണ്ട് കേട്ടോ. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഗവൺമെൻറ്റിനെതിരെ, നമ്മുടെ ഭരണകൂടത്തിനെതിരെ, ഇന്ത്യയെ തകർക്കാൻ വേണ്ടി നടക്കുന്ന പാർട്ടി. ഇതിലൊന്നും ഞാൻ വിയോജിപ്പോ ഒന്നും പറയുന്നില്ല. അതൊക്കെ ഞാൻ വീഡിയോയിലൂടെ പറയാം. അത് കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. അങ്ങനത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CJP. അതാണ് അമേരിക്കയിൽ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയാണ് നമ്മുടെ അഭിജിത്ത് ദീപക് അങ്ങനെ ഒരു ആളാണ് ഈ പാർട്ടി രൂപീകരിച്ചത്. അവർ കൂട്ടരും കൂടി ഇൻസ്റ്റാഗ്രാമിൽ പേജ് തുടങ്ങി കളിയാക്കിക്കൊണ്ട്, നമ്മുടെ ഈ വിദ്യാഭ്യാസ നീതിയൊക്കെ കളിയാക്കിക്കൊണ്ട് തുടങ്ങിയ ഒരു രീതിയിലാണ് ഒരു പാർട്ടി രൂപീകരിച്ചത്. അങ്ങനെ അതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് കിട്ടി. അതായത് നമ്മുടെ BJPക്കോ നമ്മുടെ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ ഇല്ലാത്ത വമ്പൻ ജനസപ്പോർട്ടാണ് കിട്ടിയത്. ഈ ജനസപ്പോർട്ട് കിട്ടിയപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇത് നമ്മുടെ രാജ്യത്തിനെതിരാണ്, ഇത് പാകിസ്ഥാനികളാണ് ഏറ്റവും കൂടുതൽ ഇത് ഫോളോ ചെയ്തിരിക്കുന്നത്, പാകിസ്ഥാനികളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ പോവുകയാണെന്ന്. പക്ഷേ ഇത് നമുക്ക് കയറി പരിശോധിച്ചാൽ, ഇവരുടെ സോഷ്യൽ മീഡിയയിൽ കയറി പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും, ഇതിൽ കൂടുതലും ഇന്ത്യക്കാർ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരന്മാർ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറയും പോലെ ഫുൾ പാകിസ്ഥാനികളാണ് അല്ലെങ്കിൽ എന്നുള്ളതിലും എനിക്ക് യോജിപ്പില്ല. കാരണം വെച്ചാൽ നമ്മുടെ പല കൂട്ടുകാരന്മാരും ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഫോളോ ചെയ്തിട്ടുണ്ട്. അവർ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷേ ഈ പാർട്ടിക്ക് അങ്ങനെ ഇന്ത്യയിൽ നിന്ന് വലിയ സപ്പോർട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ പാർട്ടി ഈ പറയും പോലെ നമ്മൾ ഭരണകൂടം ഭയക്കേണ്ട പോലെ പല കാര്യങ്ങളും ഉണ്ട്. കാരണം ഇതേപോലെ ഒരു യുവത്വ പാർട്ടികൾ തന്നെയാണ് ജനങ്ങളുടെ യുവത്വത്തിനെതിരെ, അതായത് തൊഴിലില്ലായ്മയ്ക്കെതിരെ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയ പാർട്ടികൾ തന്നെയാണ് നമ്മുടെ തൊട്ടടുത്ത രാജ്യങ്ങളിൽ ബംഗ്ലാദേശിലും നേപ്പാളിലും ഭരണകൂടത്തെ തന്നെ മറച്ചിട്ടിട്ട് അത് ജൻസി പ്രക്ഷോഭം എന്നുള്ള രീതി നമുക്ക് കണ്ടത്. അങ്ങനെ ഒരു പാർട്ടിയായിട്ട് ഇത് പിന്നീട് ആവുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ സാധാരണ ഇവർ ആദ്യം തുടങ്ങിയ ഒരു പ്രക്ഷോഭത്തിൽ ഈ പറയും പോലെ വലിയ രീതിയിൽ ആളുകളുണ്ടായിരുന്നില്ല. ഡൽഹിയിൽ വെച്ച് നടന്ന പ്രക്ഷോഭത്തിൽ ആളുകളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇവരെ പരിഹസിച്ചു. ഇവർ ചുമ്മാ സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ടുള്ളൂ, അല്ലാണ്ട് ആരും പുറത്തിറങ്ങണില്ല, വെറും സപ്പോർട്ടാണ് എന്ന് പറഞ്ഞ് ഇവരെ കളിയാക്കി ഈ പാർട്ടി തന്നെ ഒരു തമാശ രൂപേണ എല്ലാവരും പറഞ്ഞു വിട്ടു ഇരുന്നുവെങ്കിലും, രണ്ടാമത്തെ ഇവരുടെ പ്രക്ഷോഭം, അതായത് കഴിഞ്ഞ ദിവസം നടന്ന ഈ അതായത് നമ്മുടെ കേന്ദ്രമന്ത്രി, അതായത് നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ച മൂലം ഉണ്ടായ പ്രക്ഷോഭം, അതിനെതിരെ കഴിഞ്ഞ ദിവസം നടന്ന പ്രക്ഷോഭം, നമ്മുടെ ദില്ലിയിൽ നടന്ന പ്രക്ഷോഭം വമ്പൻ പ്രതിഷേധത്തിനാണ് ഇടയായത്. അതായത് അവർ പാർലമെൻറ്റിലേക്ക് നടന്ന പ്രക്ഷോഭത്തിൽ വമ്പൻ എന്താ പറയണ, പോലീസുകാരിൽ നിന്ന് തിരിച്ച് ആക്രമണം ഉണ്ടായി. ഈ യുവാക്കൾക്കും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി. അങ്ങനെ ഒരുപാട് എന്താ പറയുക, ശരിക്കും ഒരു ആളിക്കത്തി എന്ന് തന്നെ പറയാം. അതായത് CJP പാർട്ടി ശരിക്കും ആളിക്കത്തി. കഴിഞ്ഞ ദിവസം 20-ാം തീയതി നടന്ന ആ പ്രക്ഷോഭത്തിലാണ് അവർ ആളിക്കത്തിയത്. ആ പാർട്ടിക്ക് നേരത്തെ തമാശ രൂപേണ തള്ളിക്കളഞ്ഞൊരു പാർട്ടി പിന്നീട് രൂപീകരിച്ച് വന്ന് പിന്നീട് രണ്ടാമത്തേതിൽ ഭയങ്കര പ്രക്ഷോഭമുണ്ടായി. പോലീസുകാരുടെ നടിയും തൊടിയും ചവിട്ടും എല്ലാം കിട്ടി, ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി, ഒരുപാട് പേർ സീരിയസ് ആയി ഹോസ്പിറ്റലിലായി. അതോടുകൂടി ഈ പാർട്ടിക്ക് ശരിക്കും ഒരു ഭയങ്കര വില കിട്ടി, ഒരു പേരായി, ഒരു ആളിക്കത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മുടെ ഭരണകൂടത്തിന് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമുക്ക് ഫ്യൂച്ചറിൽ അറിയാനേ സാധിക്കുകയുള്ളൂ. കാരണം ഈ വെറും ഒരു സോഷ്യൽ മീഡിയയിൽ രൂപീകരിച്ച പാർട്ടി നമ്മൾ ഇലക്ഷന് മത്സരിക്കുമോ അതോ ഇനി അവർ സീറ്റ് നേടുമോ അതൊന്നും അറിയത്തില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം പല രാജ്യങ്ങളിലും ഇങ്ങനെ തമാശ രൂപേണ തുടങ്ങിയ പാർട്ടികൾ പിന്നീട് അത് ഭരണത്തിലേക്ക് വരികയും ഈ പറയും പോലെ നമ്മുടെ ഭരണകൂടത്തെ കളിയാക്കി കൊണ്ടുവരുന്ന ഒരു കോമഡി പാർട്ടികൾ എന്നുള്ള രീതിയിൽ, അത് ഒന്ന് രണ്ട് ഉദാഹരണം
അങ്ങനെ ഇതിന് ഉദാഹരണങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഐസ്ലാൻഡ് എന്ന രാജ്യത്തിൽ ബെസ്റ്റ് പാർട്ടി എന്നുള്ള രീതിയിൽ ഒരു തമാശ പാർട്ടി രൂപീകരിച്ചു. അത് വേറൊന്നുമല്ല, 2008 സാമ്പത്തികമായ തകർച്ചയ്ക്ക് ശേഷം രാഷ്ട്രീയ അഴിമതിയിൽ നിന്ന് മനമെടുത്തുകൊണ്ട് നമ്മുടെ അവിടുത്തെ ഒരു കൊമേഡിയനാണ് ജോൺ ഗ്നർ എന്നുള്ളൊരു പ്രശസ്തനായ കൊമേഡിയനും സംഗീതജ്ഞനും കൂടി 2009 ഒരു ബെസ്റ്റ് പാർട്ടി എന്നൊരു പാർട്ടി രൂപീകരിച്ചു. തുടക്കത്തിൽ ഒരു തമാശയായിരുന്നു. കാരണം ഞങ്ങൾ അഴിമതി നടത്തുന്ന കാര്യം രഹസ്യമായി വെക്കില്ല, ഞങ്ങൾ തുറന്നു പറയും എന്നൊക്കെ പറഞ്ഞാണ് അവർ പാർട്ടി തുടങ്ങിയത്. കൂടാതെ ഈ സ്വിമ്മിംഗ് പൂളുകളിൽ ടവൽ ഫ്രീ ആയിട്ട് നൽകും, അങ്ങനത്തെ പാർക്കുകളിൽ, ഡിസ്നി പാർക്കുകൾ, അങ്ങനെ ഒരുപാട് തമാശ രൂപേണ ഉള്ള ഒരു വിചിത്രമായ വാഗ്ദാനങ്ങൾ നൽകിയാണ് അവർ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ എന്ന് പറയും. പക്ഷേ അവർ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആളുകൾ ഗൗരവമായി എടുത്തു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2010 രൂപീകരിച്ചു. 9 അവർ ഒരു തെരഞ്ഞെടുപ്പ് പോലെ അവർ പ്രചാരണം നടത്തി. അതിന് 2010 നടന്നതിൽ അവർ തലസ്ഥാന നഗരിയായ ജോവിക്കിലെ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടി കേവല ഭൂരിപക്ഷം നേടുകയും വിജയിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു വിചിത്രമായ സംഭവമാണ്. കാരണം വെച്ചാൽ തമാശ രൂപേണ ഞങ്ങൾ അഴിമതി കാണിക്കും, ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ടവൽ ഫ്രീ ആയിട്ട് നൽകും, ഇങ്ങനെ വിചിത്രമായ വാഗ്ദാനങ്ങളൊക്കെ നൽകി ആൾക്കാരത് വിശ്വസിച്ചു. ആൾക്കാരത് അവിടുത്തെ കൊമേഡിയൻ പാർട്ടി കേവല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് അധികാരമേൽക്കുകയും ചെയ്തു. അങ്ങനെ ജോൺ വിഗ്നർ എന്ന് പറഞ്ഞ നമ്മുടെ കൊമേഡിയൻ അവിടുത്തെ മേയർ ആവുകയും ചെയ്തു. അങ്ങനെ തികച്ചും പ്രൊഫഷണലായ രീതിയിൽ 4 വർഷം മികച്ച ഭരണം കാഴ്ചവെച്ചിട്ടാണ് പുള്ളി ഇറങ്ങിപ്പോയത്. അതേപോലെ തന്നെ കാനഡയിലെ റോണോ പാർട്ടി ഇങ്ങനെ തന്നെ ഇൻ്റർനെറ്റിലൂടെയും ഈ സോഷ്യൽ മീഡിയയിലും തമാശ രൂപേണ രൂപീകരിച്ച പാർട്ടിയാണ്. 1961 രൂപീകൃതമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റോണോ പാർട്ടിയായിരുന്നു. ഒരു വാഗ്ദാനവും പാലിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വാഗ്ദാനം എന്ന് പറഞ്ഞാണ് അവർ തുടങ്ങിയത്. പക്ഷേ അവർ പാംകാർഡ് നിയമം റദ്ദമാക്കുമെന്നോ പണപ്പെരുപ്പം തടയാൻ പണത്തിന് പകരം കളിമണ്ണ് ഉപയോഗിക്കണമെന്നോ അങ്ങനെ വിചിത്രമായ കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് രാജ്യത്തിലുടനീളം എയർ കണ്ടീഷനുകൾ സ്ഥാപിക്കുമെന്നും അങ്ങനെയൊക്കെ എന്താ പറയുക, ഒരു തമാശ രൂപേണയുള്ള കുറേ വാഗ്ദാനങ്ങളാണ് അവർ കൊടുത്തത്. ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടിയെ പൊള്ളയായ വാഗ്ദാനം പരിഹസിക്കുന്ന കുറേ പാർട്ടികൾ അങ്ങനത്തെ ഒരു വാഗ്ദാനം നടത്തിയ പാർട്ടിയാണിത്. കൂടാതെ നമ്മുടെ പോളണ്ടിൽ നടന്ന പോളിഷ് ബിയർ ലവേഴ്സ് പാർട്ടി രാഷ്ട്രീയത്തിൻ്റെ ഗൗരവം കുറച്ച് ജനങ്ങളെ ചിന്തിപ്പിക്കാൻ 1990-കളിൽ പോളണ്ട് രൂപീകരിച്ച ഒരു ആക്ഷേപഹാസ്യ പാർട്ടിയാണ്. മദ്യം കഴിക്കുന്നവരുടെ അവകാശങ്ങൾക്കായി തുടങ്ങിയ ഒരു പാർട്ടി. പിന്നീട് അത് പാർലമെൻറ്റിൽ സീറ്റ് വരെ നേടി എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇങ്ങനെ ഒരുപാട് പറയാൻ, അതായത് ഇതുവരെയായിട്ട് കമ്പയർ ചെയ്യാൻ ഒരുപാട് പാർട്ടികളുമുണ്ട്. അതുപോലെ നമുക്ക് ഈ പറയും പോലെ CJP പാർട്ടീനെ അടുത്ത പ്രാവശ്യം മത്സരിച്ച് അവർ സീറ്റ് നേടുമോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഈ ആളുകൾ അതിലേക്ക് അമിതമായി എന്താ പറയണ, ഈ രാഷ്ട്രീയക്കാരുടെ ഈ പ്രവർത്തനത്തെയും ഇതിനെക്കുറിച്ച് മനം മടുത്തിട്ടായിരിക്കാം ഈ പറയും പോലെ ഇങ്ങനത്തെ പാർട്ടികളിലേക്ക് പോകുന്നു. കാരണം അവർ അഴിമതി നടത്തുന്നു, അവർ തിന്നുന്നു. അപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ട് മറ്റൊരു പാർട്ടി വരുന്നു. അത് ഈ പറയും പോലെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഈ പറയും പോലെ തമിഴ്നാട് വിജയിച്ച് കണ്ടില്ലേ, പുള്ളിക്ക് കാശ് വേണ്ട, പുള്ളിയുടെ കയ്യിൽ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ട ജീവിക്കാൻ എന്ന് പറഞ്ഞുള്ള ആ ഡയലോഗിലൊക്കെ ആൾക്കാർ ഒരുപാട് വീണു. അതേപോലെ തന്നെ അങ്ങനത്തെ ഒരു പാർട്ടിയാണ് ഈ CJP പാർട്ടി. അതായത് CJP TVK ആയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യണമല്ല, TVK ഇവിടെ കിടക്കണു ഈ CJP. ഞാൻ പറഞ്ഞു അതിൻ്റെ അത് ചില പോയിന്റ്സാണ് ഞാൻ പറഞ്ഞോളൂ. അതായത് ജനങ്ങൾക്ക് വേണ്ടി, അത് ഇവർ പൊള്ളയായ ഈ CJP പാർട്ടി പറയുന്ന പോലെ ഇപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രിനെ മാറ്റണം എന്ന് പറഞ്ഞാണ് അവർ പ്രക്ഷോഭം നടത്തിയത്. വിദ്യാഭ്യാസ മേഖല, അതായത് യുവത്വത്തിനും തൊഴിലായ്മയ്ക്കും, അതായത് ചെറിയ പിള്ളേരെയാണ് ഇവർ ഏറ്റുപിടിച്ചിരിക്കുന്നത്. അത് വയസ്സായവരെയല്ല, യുവത്വം നിറഞ്ഞ കുട്ടികളെയാണ്. അതായത് കോളേജിൽ പഠിക്കുന്ന, നീറ്റ് എക്സാം എഴുതണം, അങ്ങനത്തെ ഒരു ആളുകളെ പിടിച്ചാണ് ഇവർ ഈ സോഷ്യൽ മീഡിയ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരുപാട് റീൽസും ഒരുപാട് മീംസൊക്കെ അവർ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നിമിഷ നേരം കൊണ്ട്. അതായത് അത് പറയാതിരിക്കാൻ വയ്യ. ഇവർക്കിടെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞത് ഈ പറയും പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല. അതായത് BJP കോൺഗ്രസ് ഈ വർഷങ്ങളോളം നീണ്ടു നിന്നിട്ട്, അതായത് ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഇത്രത്തോളം വർഷങ്ങൾ ആ പാർട്ടി രൂപീകരിച്ച് നിന്ന പാർട്ടീനേക്കാളും എന്താ പറയണേ, 2-3 മടങ്ങ് അധികമാണ് ഇവർക്കുടെ ഫോളോവേഴ്സും സോഷ്യൽ മീഡിയയിൽ ഇവർക്കുടെ സപ്പോർട്ട്. അത് തന്നെയാണ് ശരിക്കും ഭരണകൂടം ഭയക്കുന്നത്. കാരണം വെച്ചാൽ ഇനി ഭരണകൂടത്തെ ഇവർ അട്ടിമറിക്കുമോ, അത് സ്വാഭാവികമായിട്ടും ചിന്തിക്കും. അതുകൊണ്ട് ഈ പാർട്ടി
യുടെ പ്രവർത്തനവും അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാൻ നമ്മുടെ പാർട്ടി ശ്രമിക്കും. അല്ല സോറി, ഗവൺമെൻറ് ശ്രമിക്കും. അത് ആരെയും കുറ്റം പറയാൻ പറ്റുന്നില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ ഈ പറയും പോലെ ഈ നേപ്പാളിലും നമ്മുടെ മറ്റോടത്ത് ഈ പറയും പോലെ തൊട്ടടുത്ത രാജ്യങ്ങളെ ബംഗ്ലാദേശിലും നടന്ന പോലെ നമ്മുടെ നാട്ടിൽ നടക്കുമോ? അതിന് തകർക്കാൻ അല്ലെങ്കിൽ അതിനെ ഈ പറയും പോലെ പിടിച്ചു നിർത്താൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റേതായ പ്രവർത്തനം നടത്തും. അതിപ്പോൾ ആരും ഉയർന്നു വന്നത് ആർക്കും ശരിയല്ലല്ലോ എന്നുള്ള രീതിയിൽ തകർക്കാൻ ശ്രമിക്കും. പക്ഷേ അത് തുടക്കത്തിൽ അത് ചീറ്റിപ്പോയി എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നത്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഫസ്റ്റ് ഇവരുടെ മീറ്റിംഗ് വളരെ വളരെ ശോകമായിരുന്നു. ഒരു മനുഷ്യന്മാരുണ്ടായില്ല, ചുമ്മാ കളിയാക്കി. അതിൻ്റെ അകത്ത് ന്യൂസ് ചാനലുകാരും മാത്രമാണ് ഉണ്ടായത് അവരുടെ റിപ്പോർട്ട് ചെയ്യാൻ. അവരുടെ പാർട്ടിക്കാർ വളരെ എന്താ പറയുക, അമേരിക്കയിൽ നിന്ന് ഭയങ്കരമായിട്ട് കൊട്ടി ആഘോഷിച്ചു വന്ന അഭിജിത്ത് ദീപകിൻ്റെ അടുത്ത് ഒരു മനുഷ്യന്മാരുണ്ടായില്ല. പക്ഷേ ഇന്നലെ നടന്നതിൽ അല്പം കൂടിപ്പോയി എന്ന് തന്നെ പറയാം. കാരണം വെച്ചാൽ പുള്ളിയുടെ മേത്ത് കരിമഷിയാന്ന് തോന്നുന്നു അല്ലേ, മഷി ഒഴിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അടുത്ത് പുള്ളിക്ക് കൂടുതൽ ജനപിന്തുണ ലഭിച്ചു. കുട്ടികൾക്കിടയിൽ അല്ലെങ്കിൽ ഈ യുദ്ധത്തിനിടയിൽ കൂടുതൽ ഒരു പേര് കിട്ടി. അങ്ങനെ ഒരു വമ്പൻ പാർട്ടിയായിട്ട് CJP പതുക്കെ പതുക്കെ രൂപീകരിതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ഇലക്ഷൻ അവൾ മത്സരിക്കുമ്പോൾ നമ്മുടെ പണ്ട് ഒരു പാർട്ടി വന്നിരുന്നല്ലോ, നമ്മുടെ AAP, നമ്മുടെ ചൂലും പിടിച്ച് വന്ന് ആ പാർട്ടി അവസാനം തൂത്തുവാരിക്കൊണ്ട് പോയി ഡൽഹി. അതേപോലെ തന്നെ ഇതിപ്പോൾ ക്രോക്രോച്ച് പാർട്ടി, അതായത് പാറ്റ പാർട്ടി നമ്മുടെ ഇന്ത്യ കീഴടക്കുമ്പോൾ ഇപ്പോൾ രസം അതൊന്നുമല്ല. നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയയിലും നമ്മുടെ ഇൻസ്റ്റഗ്രാം എടുത്തു പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഓരോ സംസ്ഥാനം വൈസ് വെച്ച് അവർ ഇത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് രൂപീകരിച്ചിരിക്കുകയാണ്. ഇപ്പം നമുക്ക് നോക്കി അറിയാൻ പറ്റും, ക്രോക്രോച്ച് പാർട്ടി കേരളം, ക്രോക്രോച്ച് പാർട്ടി തമിഴ്നാട്, അങ്ങനെ ഓരോ എല്ലാ സംസ്ഥാനങ്ങളും വെച്ച് ഒരു ഇൻസ്റ്റഗ്രാമിൽ കമ്മ്യൂണിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. അത് ആൾക്കാരെ അതിലേക്ക് ചേർക്കുക, എന്നിട്ടൊരു വലിയൊരു പാർട്ടിയായിട്ട് രൂപീകൃതമാകുക. ഇതാണോ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. ഫ്യൂച്ചറിൽ എന്താകുമെന്നും അറിയത്തില്ല. പക്ഷേ ക്രോക്രോച്ച് പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആക്ഷേപഹാസ്യ പാർട്ടിയായി കണ്ടുവെങ്കിലും കാലക്രമേണ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അത് എന്താകും, അല്ലെങ്കിൽ നമ്മുടെ നാടിനെ തകർക്കുന്ന ഒരു പാർട്ടിയായി മാറുമോ, അല്ലെങ്കിൽ തകർക്കുന്ന മീൻസ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഒരു ജൻസി പ്രക്ഷോഭം പോലെ ഉദ്ദേശിച്ച്, അങ്ങനെ ഒരു പ്രക്ഷോഭം ഉദ്ദേശിച്ച് ഇത് നമ്മുടെ ഭരണകൂടത്തെയും നമ്മുടെ നിയമവ്യവസ്ഥയൊക്കെ തകർത്തുന്ന രീതിയിലേക്ക് ആകുമോ ഒന്നും അറിയത്തില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നീട് പറയുകയാണെങ്കിൽ നമ്മുടെ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ആ പ്രക്ഷോഭം നമ്മുടെ കേന്ദ്രമന്ത്രി പ്രധാൻ രാജിവയ്ക്കണം എന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവയ്ക്കണമെന്ന് പറഞ്ഞായിരുന്നു. അത് നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത് പറഞ്ഞാണ് അവർ ഈ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുന്നത്. അത് തുടക്കത്തിൽ ഗവൺമെൻറ് എന്താ പറയണേ, തമാശ പോലെ തള്ളിക്കളഞ്ഞുവെങ്കിലും ഈ കഴിഞ്ഞ ദിവസം നടന്ന പ്രക്ഷോഭം ശരിക്കും പറഞ്ഞാൽ അതൊരു തരം ഈ ഗവൺമെൻറ് ശരിക്കും കുലുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഓൺലൈൻ ട്രോളുകളിൽ തുടങ്ങിയ ഒരു പ്രക്ഷോഭം വലിയൊരു എന്താ പറയണേ, ഓൺലൈൻ ട്രോളുകൾ തുടങ്ങിയ പ്രതിഷേധം ശരിക്കും ഒരു വലിയൊരു പ്രക്ഷോഭമായി മാറി എന്ന് പറയാം. ദില്ലിയിലെ ജന്തർ മന്ദിറിലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ വലിയ വിദ്യാർത്ഥികൾ നടത്തിയ ഈ പ്രകടനങ്ങൾ ഭയങ്കര പ്രകടനങ്ങൾ തന്നെയായി മാറി. നമ്മുടെ ദില്ലിയിൽ എൻ്റെ ലാത്തി ചാർജ് ഉണ്ടായി, പറയും പോലെ ഒരുപാട് കുട്ടികൾക്ക് പരിക്കേറ്റു. നമ്മുടെ പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തി വമ്പൻ സംഘർഷത്തിലാണ് അവസാനിച്ചത്. എന്താ പറയുന്നത്, ശക്തമായ ലാത്തി ചാർജ് തന്നെ നേരിടേണ്ടി വന്നു, കണ്ണീർ വാതകം പ്രയോഗിക്കേണ്ടി വന്നു. അത് വളരെ പ്രതിഷേധം തന്നെയാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയും പോലെ ഇനി ഗവൺമെൻറ് ഈ മന്ത്രിയെ മാറ്റി അത് തണുപ്പിക്കാൻ ശ്രമിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ചെറിയൊരു അനക്കം നമ്മുടെ ഗവൺമെൻറ്റിന് കേന്ദ്രം തട്ടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതിനി വളർന്നു കഴിഞ്ഞാൽ എന്താകും എന്നുള്ള രീതിയിലേക്കും നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാരണം ഇത് ഗവൺമെൻറ്റിനെ തകർക്കുക, അല്ലെങ്കിൽ ഈ പറയും പോലെ വമ്പൻ പ്രതിഷേധങ്ങൾ നടത്തി ഇനി അടുത്തൊരു ജൻസി പ്രക്ഷോഭം പോലെ ഇന്ത്യയിൽ ഉണ്ടാകുമോ അതും നമ്മൾ ഭയക്കുന്നുണ്ട്. കൂടുതൽ സപ്പോർട്ട് ഇപ്പോൾ ഇവർക്ക് ഈ പറയും പോലെ ഫണ്ടിൻ്റെ ആവശ്യം തന്നെ വേണ്ടി വരില്ല. കാരണം ഇവരെല്ലാം സോഷ്യൽ മീഡിയ വഴി നടത്തുന്നതുകൊണ്ട് അധികം ഫണ്ടിൻ്റെ ആവശ്യം വേണ്ടി വരില്ല എന്നുള്ളതാണ് ഇവരുടെ മെയിൻ കാര്യം. കാരണം വെച്ചാൽ പാർട്ടിക്കാരെ സംബന്ധിച്ച് ഇനി കാശിനി വേറെ രാജ്യത്ത് നിന്ന് വരുന്നുണ്ടോ എന്നുള്ള അതൊക്കെ ഇനി അടുത്ത കേസുകളൊക്കെ പുറകെ ഈ പുള്ളിയുടെ ഈ പറയുമ്പോൾ അഭിജിത്ത് ദീപകിൻ്റെ പുറകെ എന്തായാലും വരും, 100% വരും. പുള്ളീനെ ജയിലിടുമോ എന്നൊന്നും അറിയത്തില്ല. കാരണം നമുക്ക് കാത്തിരുന്ന് കാണാം ഇതൊക്കെ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ. കാരണം നമുക്ക് എന്താ പറയണത്, നമുക്കറിയാലോ ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ രീതികളും എല്ലാം. ആരാണ് തല ഉയർത്തുന്നത് അവനെ തല്ലി തകർക്കുക എന്നുള്ളത് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ അത് നടക്കുമോ ഒന്നും അറിയത്തില്ല. എന്തായാലും ഈ CJP പാർട്ടി ഇനിയൊരു വലിയൊരു പാർട്ടിയായി രൂപീകൃതമാകും. മറ്റ് രാജ്യങ്ങളിലെ പോലെ മറ്റേ ഇലക്ഷനിന് മത്സരിക്കുമോ ഇതൊന്നും നമുക്ക് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇതൊരു ചെറിയൊരു തമാശ രൂപേണ തുടങ്ങിയൊരു പാർട്ടി ഒരു രാജ്യത്തിൻ്റെ യുവത്വത്തിലെ തൊഴിലില്ലായ്മയ്ക്കും യുവത്വത്തിൻ്റെ ഈ പറയും പോലെ വിദ്യാഭ്യാസ തകർച്ചയ്ക്കും എതിരെ നടത്തി തുടങ്ങിയ ഒരു ചെറിയൊരു പാർട്ടി, ഒരു പാർട്ടി, ഈ ആക്ഷേപഹാസ്യ പാർട്ടി ഇപ്പോൾ അതൊരു വലിയ ഈ കഴിഞ്ഞ ദിവസത്തെ
നടന്ന പ്രതിഷേധത്തിലൂടെ വമ്പൻ ജനശ്രദ്ധ നേടി. അത് നമ്മുടെ കേന്ദ്രത്തെ തന്നെ ശരിക്കും കേന്ദ്ര ഗവൺമെൻറ്റിനെ കുലുക്കിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്താണ് കാത്തിരുന്നത് കാണാം. എന്നിരുന്നാൽ തന്നെയും CJP പാർട്ടി നല്ലതാണോ ചീത്തയാണോ എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരുണ്ടാവുമോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അടിച്ച് CJP നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സിൽ നോക്കി വെച്ചാൽ മതി, അറിയാൻ പറ്റും. അങ്ങനെ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് CJP പാർട്ടീനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറയും പോലെ അവഹേളിക്കുകയോ ഒന്നും പറഞ്ഞതല്ല. ഈ CJP പാർട്ടി എന്നുള്ള രീതിയിൽ അത് രൂപീകൃതമായ രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്. അറിയില്ലാത്തവർ ഒരുപാട് പേരുണ്ട്. എന്താണ് CJP പാർട്ടി? ഇത് ഇവർക്ക് ഈ പറയും പോലെ ഓഫീസുണ്ടോ? ഇതൊന്നുമില്ല. ജസ്റ്റ് അഭിജിത്ത് ദീപക് എന്ന് പറഞ്ഞൊരു ആളും അയാളുടെ കൂട്ടുകാരും കൂടി ചേർന്ന് ഒരു രൂപീകൃതമായ ഒരു ചെറിയൊരു ആക്ഷേപഹാസ്യ പാർട്ടിയാണ്. ആ പാർട്ടിയാണ് ഇപ്പോൾ ഇത്രത്തോളം, അതായത് ഐ തിങ്ക് 29 മില്യൺ അധികം ആളുകൾ ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് തന്നെ ആ പാർട്ടി അത്രയും ആൾക്കാരൊന്നും സപ്പോർട്ട് വരും ജസ്റ്റ് കൗതുകത്തിന് ഫോളോ ചെയ്തതാണെങ്കിൽ തന്നെ അതൊരു വലിയ നമ്മുടെ ഗവൺമെൻറ്റിനെ പിടിച്ചു കുലുക്കാൻ പറ്റിയ ഒരു സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങളും കൂടുതൽ വാർത്തകളും കൂടുതൽ ഇങ്ങനത്തെ പുതിയ പുതിയ വിശേഷങ്ങളുമായി ഞാൻ പിന്നെയും വരും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.